ഹായ് എവരിവൺ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് 2 ടൈപ്പ് പിസ്സേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ 2 കപ്പാണ് ചേർക്കുന്നത്. 1.5 കപ്പ് ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 കപ്പ് ചെറിയ ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര, 1 മുട്ട പൊട്ടിച്ച് വയ്ക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇനി 1 കപ്പും കൂടെ മൈദ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റിൽ 1/2 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം കുഴച്ചതിന് ശേഷം 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൈവച്ച് നല്ലോണം പ്രസ് ചെയ്ത് ഇതുപോലെ കുഴച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഇതുപോലെ സ്ലാബിലിട്ട് കുഴക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായി പെട്ടെന്ന് സോഫ്റ്റായി വന്നോളും. അതിനുശേഷം 3 മുതൽ 4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ ഇതുപോലെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം കൈവച്ച് നന്നായി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഓയിലും ഇതുപോലെ കയ്യിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷം നന്നായി ഒന്നുകൂടെ ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ മേലിൽ നിന്ന് താഴോട്ടേക്ക് ഇതുപോലെ വലിച്ച് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 2 ടൈപ്പ് പിസ്സ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ 2 റൗണ്ടിലുള്ള മീഡിയം സൈസ് പിസ്സയും അതുപോലെ ഒരു 4 പീസ് സമൂസ ടൈപ്പിലുള്ള പിസ്സയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ മേലിൽ നിന്ന് താഴോട്ടേക്ക് ഇതുപോലെ വലിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂടി വെക്കാം. അപ്പോഴേക്കും ഇതിനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 8 പീസ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 കിലോ ബോൺലെസ് ചിക്കന് ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് കുരുമുളകും വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇവിടെ ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതിലെ ചിക്കനുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റെഡ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഗ്രീൻ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഹാഫാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ ക്യാപ്സിക്കം ഹാഫും അതുപോലെ റെഡും ഹാഫാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും ചേർക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം മീഡിയമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ഈ പിസ്സേൻ്റെ ഡോ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയിലും ചെയ്തെടുക്കാം, അതുപോലെ കട്ടി കുറഞ്ഞിട്ടും ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കട്ടി കുറഞ്ഞിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ നല്ലോണം കട്ടി കുറയാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് അവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ നന്നായി ഒന്ന് കുത്തിക്കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ അടിയിൽ ഫ്രൈ പാനിൻ്റെ അടിയിൽ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു മൂടിയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു ഫ്രൈ പാനോ വെച്ച് അതിൻ്റെ മേലെയാണ് ഇതൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ അടിയിലൊരു മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ റൂമിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പിസ്സേൻ്റെ സോസാണ്. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും റൂമിലുണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും പിസ്സ സോസിന്. അപ്പോൾ അതിൻ്റെ മേലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള
റെഡ് ക്യാപ്സിക്കം അതുപോലെ ഗ്രീൻ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. കോണോ അല്ലെങ്കിൽ ഒലീവ്സ് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഈ ഗ്രീൻ ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സും കൂടെ ചേർത്ത് മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മേലെയായിട്ട് ആവശ്യത്തിന് മൊസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം സിമ്മിലാണ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ അടിയിൽ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രൈ പാനിൻ്റെ അടിയിൽ എപ്പോഴും നിങ്ങൾ ഇതുപോലെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും മൂടിയോ അല്ലെങ്കിൽ ഫ്രൈ പാനോ വെച്ച് അതിൻ്റെ മേലാണ് ഈ ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് പിസ്സ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു പിസ്സ റെഡി ആയിട്ടുണ്ട്. അടുത്ത പിസ്സയും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ മൊസറല്ല ചീസ് ഇട്ടതിന് ശേഷം ഒരു മൂടി വെച്ച് കഴിഞ്ഞാലും ഈ മൊസറല്ല ചീസൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റായി വന്നോളും. അതുപോലെ ഓവനിൽ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടിയിലൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അധികം തീ കൂട്ടി വെക്കാൻ പാടില്ല. ഇപ്പോൾ 2 പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലൊക്കെ സാധാരണ പിസ്സ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് വേറൊരു മോഡലായിട്ടുള്ള ഒരു പിസ്സയാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് വരുന്നത് നമ്മൾ സമൂസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഷേപ്പാണ് ഈ ഒരു പിസ്സേൻ്റെത്. അപ്പോൾ നേരത്തെ പരത്തിയെടുത്തതുപോലെ തന്നെ നന്നായി പരത്തിയെടുക്കാം. അതിലും കുറച്ചും കൂടെ ഒന്ന് കട്ടി കുറഞ്ഞിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു കത്തി വെച്ച് അതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പീസ് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ച് ഇതിലേക്കുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത് മയോണൈസാണ്. അപ്പോൾ ആവശ്യത്തിന് മയോണൈസ് ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെയായിട്ട് ആവശ്യത്തിനുള്ള മൊസറല്ല ചീസ് കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സമൂസൊക്കെ മടക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കൈവച്ച് ഇതുപോലെ നല്ലോണം ഒന്ന് സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നെക്സ്റ്റ് സൈഡും കൂടി ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ സൈഡിലും ഇതുപോലെ കൈവച്ച് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത സമൂസേൻ്റെ ഷീറ്റൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതും ചെയ്യുന്നത് ഫ്രൈ പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ പാനിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സമൂസൊക്കെ ഇതിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതും നല്ലോണം സിമ്മ് കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്.
അപ്പോൾ അതിൻ്റെ മേലെയായിട്ട് കുറച്ച് മൊസറല്ല ചീസും അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം ഒരു മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. അടുത്തത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ പിസ്സയും അതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡിലും ഈ ഒരു ഗോൾഡൻ കളറായിട്ട് വരണം. ഇപ്പോൾ രണ്ട് സൈഡും മാത്രമേ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളൂ. ഇപ്പോൾ സൈഡിലും ചെറുതായി ഒന്ന് വേവാനുണ്ട്. അതിന് ഇതുപോലെ 3 പിസ്സയും കൂടെ എടുത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിലും ഇതുപോലെ നന്നായി ഒരു കളർ ചേഞ്ച് ആയിട്ട് മാറി വരും. അപ്പോൾ ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലെ നന്നായി റെഡിയായി വന്നോളും. അപ്പോൾ ഈ 2 ടൈപ്പുള്ള പിസ്സയും എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾ കമൻസ് എല്ലാം അറിയിക്കാൻ മറക്കരുത്. ജസ്നാസ് സ്പൈസസ് എന്ന് പറയുന്ന ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റമദാനൊക്കെ വരുന്നതാണല്ലോ, അപ്പോൾ ഈ ഒരു പിസ്സ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.